രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. അതും ലോകത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വാർത്താ സമ്മേളനത്തിലൂടെ. കോൺഗ്രസ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത എന്താണ് സംഭവിക്കുന്നത്? സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയാണോ? ഒന്നാമത്തെ കാര്യം, ലോകത്തൊരിടത്തും അനിശ്ചിതകാലത്തേക്ക് ഒരാളെയും സസ്പെൻഡ് ചെയ്യുക എന്നൊരു കാര്യം തന്നെ ഇല്ല. കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ അനിശ്ചിതകാല സസ്പെൻഷൻ എന്നുള്ളത് പരമാവധി 30 ദിവസമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നിശ്ചിതകാല സസ്പെൻഷൻ ഏർപ്പെടുത്തുന്നില്ല? അതിന് കാരണം ഒന്നേ ഉള്ളൂ. നിശ്ചിതകാല സസ്പെൻഷൻ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടി വരും. അതൊഴിവാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനത്ത് തന്നെ തുടരാം. 2 ദിവസമായി രാഹുൽ നേതൃത്വത്തിന് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആരുടെയൊക്കെയോ എന്തൊക്കെയോ രാഹുലിന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഇതോടുകൂടി ഉറപ്പായി. സതീശൻ സ്വന്തം മുഖം രക്ഷിക്കാൻ എന്തൊക്കെയോ ചെയ്തതായി കാണിച്ചു കൂട്ടുന്നുണ്ട്. അതേസമയം ഇത്രയും വലിയ തെളിവുകൾ പുറത്തു വന്നിട്ടും രാഹുൽ പൈസ കൊടുത്തിരുത്തിയിരിക്കുന്ന സൈബർ വെട്ടുകളി കൂട്ടങ്ങൾ ഇന്നും കോൺഗ്രസ് വനിതാ നേതാക്കളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. സത്യം പറഞ്ഞാൽ ഇത് മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് ആണ്. മാങ്കൂട്ടം പറയുന്നിടത്ത് നിൽക്കുന്ന കോൺഗ്രസ്.